വിദേശ വിനോദസഞ്ചാരികളുടെ കേരളത്തിലെ ഇഷ്ടകേന്ദ്രമായ കോവളത്തെ ഒരു മസാജ് സെന്ററാണിത്. പുരുഷന്മാർക്ക് മസാജ് ചെയ്യാൻ ഇവിടെ സ്ത്രീകളെ ലഭിക്കും. കൂടുതൽ പണം മുടക്കുന്നവർക്ക് അതിനനുസരിച്ച് സേവനവും ഉറപ്പ്. ഉപഭോക്താക്കളെ എത്തിക്കാൻ ഏജന്റുമാരുടെ വിപുലമായ ശൃംഖലയും പ്രവർത്തിക്കുന്നുണ്ട്. 2600 രൂപയാണ് ഒരു മണിക്കൂർ. എത്ര പേരാണ് അവിടെ? 4-5 പേരുണ്ട്. ഇപ്പം പുരുഷന്മാരെ പുരുഷന്മാരും സ്ത്രീകളെ സ്ത്രീകളും മാത്രമേ മസാജ് ചെയ്യാവൂ എന്നാണ് കേരളത്തിലെ നിയമം. ഇതൊന്നും പക്ഷേ ഇവിടെ ബാധകമല്ല. നിയമ നടപടിയുണ്ടാകുമെന്ന ഭയവും നടത്തിപ്പുകാർക്കില്ല. പോലീസ് റെയ്ഡോ മറ്റോ ഉണ്ടാകില്ലെന്നും ഏജന്റ് ഉറപ്പ് നൽകുന്നു. അത്ര സേഫ് പ്ലേസ് ആണ്. അവിടെ പോലീസ് കയറുന്ന സ്ഥലമല്ല, അത്ര ഉത്തരവാദിത്തമുള്ള സ്ഥലമാണ്. ധൈര്യമായിട്ട് വാ. ഏജന്റുമായി ഇടപാടുറപ്പിച്ചാൽ മസാജ് സെന്ററിലെത്തി നടത്തിപ്പുകാരനെ കാണാം. കണ്ടയുടൻ അയാൾ പറയുന്നതും ക്രോസ് മസാജിങ്ങിനെ കുറിച്ച് തന്നെ. 2000 രൂപ ഇവിടെ അടയ്ക്കണം. ഇവിടെ 500 രൂപ കൂട്ടിക്ക് കൊടുക്കും. 2500 രൂപയുടെ മസാജ് ചെയ്യും. നിയമവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെങ്കിലും എല്ലാം പരസ്യമായാണ് നടക്കുന്നതെന്ന് വ്യക്തം. ഇത്തരം കേന്ദ്രങ്ങൾക്കെതിരെയുള്ള വാർത്ത ഇതാദ്യമല്ല. പരിശോധനകളും പലപ്പോഴായി നടന്നിട്ടുണ്ട്. എന്നിട്ടും ഇവയുടെ അനധികൃത പ്രവർത്തനം നിർബാധം തുടരുന്നതിന് പിന്നിലെ സഹായം ആരുടേതാണ് എന്നതാണ് ഇനി വ്യക്തമാകേണ്ടത്. തിരുവനന്തപുരത്തു നിന്നും അൽ അമീൻ, മീഡിയ 1.